ഹായ്. ഇന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു സാധനത്തിന്റെ വിശേഷം പറയാൻ വന്നതാണ്. ആ സാധനത്തിന്റെ വിശേഷമൊക്കെ എൻ്റെ ആദിമോനാ പറയുന്നത്. സാധനം മേടിച്ച് സാധനം ഫ്ലിപ്കാർട്ടിലുള്ള ഒരു ആളിവിടെ കൊണ്ടുവന്നു. അപ്പം ഇത് കളക്ട് ചെയ്തത് എൻ്റെ ഇളയ പുത്രനാണ്. അപ്പം വിശേഷമൊക്കെ പുത്രൻ പറയും. ആദി, ഇതെന്താ ആദി? ഇതാരും കൊണ്ട് തന്ന ആദിക്ക്? ചേട്ടാ ചേട്ടൻ ഇത് ഈ സാധനം വീട്ടിൽ വരുന്ന സമയത്തെ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും ഇല്ല. ഇത് കൊണ്ടുവരുമ്പോൾ ആദ്യം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം കഥക് തുറന്ന് കിടക്കുമായിരുന്നു. ഞങ്ങൾ അപ്പുറത്തൊരു മരണം ഉണ്ടായിരുന്നു, അവിടെ പോയേക്കുമായിരുന്നു. ആ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ സ്ഥിരം വരുന്ന പെങ്കൊച്ചല്ല, ഒരു പുതിയ പയ്യനായിരുന്നു. സ്ഥിരം വരുന്ന ഒരു ചേച്ചിയുണ്ട്, അതിന് ഞങ്ങളെല്ലാവരും അറിയാം. ഇത്തവണ ചേട്ടനെന്നാവൻ പറഞ്ഞത്. ചേച്ചിയാണെങ്കിൽ അവനെ അറിയാവുന്ന ചേച്ചിന്ന് പറഞ്ഞേനെ. പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ ഫോണും ഇവിടെ ഇരിക്കുവാണ്. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ പുള്ളി നോക്കുമ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം അവൻ്റെ അടുത്ത് പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് വരാം. എന്താ ആദ്യം ചേട്ടൻ പറഞ്ഞത്? ആദ്യം എടുത്ത് ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞ്. ഫോൺ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോൾ ആദ്യം എന്ത് ചെയ്ത്? ഫോൺ കൊണ്ട് കൊടുത്ത്. ഉമ്മയുടെ ഫോൺ കൊണ്ടുവരാൻ പറഞ്ഞ്. അപ്പം ആദ്യം ഫോൺ കൊണ്ട് കൊടുത്ത് ചേട്ടന്. അപ്പം ചേട്ടന് ഫോൺ കൊണ്ട് കൊടുത്തിട്ട് ചേട്ടൻ പാസ്വേഡ് അറിയാമോന്ന് ചോദിച്ചു, ലോക്ക് മാറ്റി കൊടുക്കാൻ. പുത്രൻ്റെ പാസ്വേഡൊക്കെ അറിയാവുന്നതുകൊണ്ട് ലോക്കൊക്കെ മാറ്റി കൊടുത്ത്. ഞങ്ങൾ വരുമ്പോൾ ഉണ്ട് ഇവിടെ, ഞങ്ങൾ ഓർഡർ ചെയ്ത സ്റ്റാൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കൊണ്ട് തന്ന് ചേട്ടാ ഫ്ലിപ്കാർട്ടിലെയാ? ഫ്ലിപ്കാർട്ടിലെ ചേട്ടൻ കൊണ്ടുവന്നു. ചേച്ചിയാണോ വന്നത്? ചേട്ടനാണോ വന്നത്? ചേട്ടൻ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ എന്ത് പറഞ്ഞ്? പൊതി വേണമെന്ന് ചോദിച്ചാ? അപ്പം അത് മേടിച്ചകത്ത് വെച്ചാ? ഉമ്മയുടെ ഫോൺ തരാൻ പറഞ്ഞ? അപ്പൊ ആദ്യം ഫോൺ കൊണ്ട് ചേട്ടന് കൊടുത്ത്. ലോക്കിന്റെ നമ്പർ എത്ര ഉമ്മയുടെ ഫോണിന്റെ? എത്ര വണ്ണുണ്ട്? അതാണ് എൻ്റെ ഫോണിലെ ലോക്ക്. മനസ്സിലായല്ലോ ഇപ്പൊ എല്ലാവർക്കും? 1111. ആ ലോക്ക് ചേട്ടന് പറഞ്ഞു കൊടുത്ത്. അപ്പൊ ചേട്ടൻ മെസ്സേജിൽ നിന്ന് OTP ഒക്കെ എടുത്ത് സാധനം കൊച്ചിന് കൊടുത്തിട്ട് പോയി അല്ലേ? ഇത് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാവേ. എടോ എടുക്ക്. അമ്മയുടെ നല്ലത് എന്താണെന്ന് പൊട്ടി മിക്കാറും എൻ്റെ കച്ചവടം തന്നെ ഒതുങ്ങും. എൻ്റെ പണിക്കുറ്റം തീർക്കും. അപ്പൊ തീർന്നു, എൻ്റെ കച്ചവടം തീർന്നു. ഞാൻ എടുക്കാം. നാളെ ശരിയല്ലടാ നോക്കട്ടെ. ഇതാണ് സാധനം. ഇതിത്രയാണ് സാധനം. പൊട്ടിച്ച് കഴിഞ്ഞില്ലേ? 1 മണിക്കൂറായല്ല. ഒന്നും അറിയത്തില്ല. വേറെ അങ്ങനൊന്നും അല്ല. വേറെ ഒന്നും അറിയത്തില്ല. അതെ, ഇതെന്തിനു മേടിച്ചാന്നറിയോ? നിന്റെ തലയ്ക്ക് അടിയേറാനാ. ഇതാണ് സാധനം. സബ്ടോൺ എന്ന് പറയുന്ന കമ്പനിയുടെ മൊബൈൽ ടാബ്ലറ്റ് യൂണിവേഴ്സൽ സ്റ്റാൻഡ്. ഇതാണ് സംഭവം. 750 രൂപയാണ് ഇതിന് വിലയായത്. ഇതിനകത്ത് വന്നിരിക്കുന്ന സംഭവങ്ങൾ ഇത് ഇത്രയാണ്. ഇങ്ങനൊരു സംഭവം. ഈ സാധനം. പിന്നെ ഇത് നമുക്ക് ടാബ് വയ്ക്കാനായിട്ടാണ്. ഇത് നമുക്ക് മൊബൈൽ വയ്ക്കാനായിട്ടാണ്. പിന്നെ ഇങ്ങനൊരു ആയുധം. പിന്നെ ഇത് നമ്മുടെ ചിരവയൊക്കെ പിടിപ്പിക്കുന്ന പോലത്തെ ഒരു സാധനം. എനിക്കൊന്ന് ഇത് താഴെ ഇങ്ങനെ ഫിക്സ് ചെയ്യാനായിരിക്കണം. ഇത് ഇതിൻ്റെ ഉള്ളിലുള്ളതായിരുന്നു. ഇങ്ങനെ ഇതിനിപ്പോൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നമ്മുടെ ചിരവയൊക്കെ പിടിപ്പിക്കുന്ന പോലെ ഇതുണ്ടേ. ഇവനെ ഇങ്ങനെ പിടിപ്പിക്കും. എന്നിട്ടത് ഇനി ആദ്യം ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. കണ്ടോ? ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇതിങ്ങനെ തിരിച്ച്
ഈ സാധനം ഇങ്ങനെ ഈ ലിവർ ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ലിവർ ഉണ്ടോ, ഈ സാധനം ഉണ്ടോ, ഇതിങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതിങ്ങനെ നമുക്ക് ഇതിൻ്റെ ആംഗിൾ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ സാധനം നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ഇടുക. എന്നിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, കാണിച്ച മോനെ, ഈ സംഭവം ഉണ്ടോ, ഇതിങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഈ സാധനം ഇവിടെ ഇത് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിക്കാം. ഈ സാധനം ഇങ്ങനെ റൊട്ടേറ്റിംഗ് ആണ്, 360 ഡിഗ്രി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡാണിത്. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് പിന്നെ ഈ സംഭവം ഇതെങ്ങനെ ഫിറ്റ് ചെയ്തതെന്ന് നോക്കട്ടെ. ഇത് ഊരി എടുക്കണമെന്ന് തോന്നുന്നു. ഈ സാധനം ഇങ്ങനെ ഊരി എടുക്കുക. ഇവിടെ ഒരു വെട്ടുണ്ട്, ഈ വെട്ട് വരെ ഇതിൻ്റെ ഉള്ളിൽ പോകണം. അപ്പം അതിന് നമുക്ക് ഇതുണ്ട്, ഇതുണ്ടത് അവിടം വരെ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ടൈറ്റ് ചെയ്തു. ഈ സാധനം എൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്തു. ഇനിയുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഇത് നമുക്ക് വേണ്ട. ഇത് ടാബും ക്യാമറയും വെക്കാനായിട്ടുള്ള സാധനമാണ് ഇത് ടാബും ക്യാമറയും. ടാബും ഇല്ല എൻ്റെ അടുത്ത്, ക്യാമറ ഇല്ല. അത് അവിടെ മാറിയിരിക്കട്ടെ. ഈ വെറും പാവം നമ്മളെ അടുത്ത് ആകെ ഉള്ളത് മൊബൈലാണ്. അപ്പം മൊബൈൽ വെക്കാനായിട്ട് നമുക്ക് ഈ സാധനം ഇവിടെ എങ്ങാണ്ടൊക്കെ വരണം. നോക്കട്ടെ, ഞാൻ കുറേ നേരമായിട്ട് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വലിയ കാര്യത്തിൽ ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഊരുമ്പോൾ ഇതിങ്ങ് വരുവേ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഒടുവിൽ ഞാൻ കണ്ടുപിടിച്ചു, യുറേക്കാ, ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എത്ര നേരം കൊണ്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമെന്നറിയാം. ഇന്നിതേ ഈ സാധനം കണ്ട, ഇവനിങ്ങനെ ആ വെട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിങ്ങനെ തിരിച്ച് ടൈറ്റ് ചെയ്യണം. പിന്നെ ഇത് ഈ മൊബൈല് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു സംഭവമുണ്ട്, ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ ഇതുണ്ട. അങ്ങനെ നമ്മുടെ സംഭവം സെറ്റായി. ഇതിന് നമുക്കത് ഇങ്ങനെ തിരിക്കാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇത് തിരിയും. അതേപോലെ തന്നെ നമുക്കത് ഇവിടെയും ഇങ്ങനെ 360 ഡിഗ്രി തിരിക്കാം. ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കി ഫോട്ടോ എടുക്കാം. ഇതിപ്പോൾ ഈ 360 ഡിഗ്രി കറങ്ങുന്ന കാരണം ഒന്നാമതിൻ്റെ കയ്യോ കറങ്ങത്തില്ല. അപ്പോൾ ഈ സാധനം കറങ്ങുന്ന കാരണം നമുക്ക് ഇങ്ങനെ വെച്ചിട്ടോ അല്ല ഇങ്ങനെ വെച്ചിട്ടോ ഒക്കെ നമുക്ക് വീഡിയോ എടുക്കാം. വരും ദിവസങ്ങളിൽ ഇവനെ വെച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. എന്താവുമെന്നൊന്നും അറിയത്തില്ല, ഇതിൻ്റെ വിധി എന്താണോ എന്തോ. ഇതാണ് സാധനം. നമുക്ക് ഇനി ഇവനെ വെച്ചിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാം. അതായത് ഈ എന്തെങ്കിലും ക്രാഫ്റ്റോ അല്ലെങ്കിൽ കിച്ചണിലെ വീഡിയോയോ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പം വീഡിയോ എടുത്തു തരാൻ ഒരാളില്ലാത്തത് ഒരു വലിയ വിഷയമായിട്ട് മാറിയത് കാരണം അങ്ങനെ എൻ്റെ പുത്രൻ എനിക്ക് ഓർഡർ ചെയ്ത് തന്നതാണ് ഈ സാധനം. ഇനി ഇവൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ പരീക്ഷിച്ച് നോക്കാം. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.